Hi everyone, welcome back to the world of English. ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 3 വാക്കുകളാണ് കേട്ടോ ഇംഗ്ലീഷിലെ ഇൻ, ഓൺ ആൻഡ് അറ്റ്. ഓക്കെ, ഇൻ, ഓൺ, അറ്റ്, ഈ 3 വാക്കുകൾ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? മിക്കവാറും ഇന്നെന്ന് വെച്ചാൽ ഉള്ളിൽ, ഓണെന്ന് വെച്ചാൽ മുകളിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാൽ തന്നെ സമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ആണ് ഇത് 3. ഇന്നെന്ന് പറയാറുണ്ട്, ഓണെന്ന് പറയാറുണ്ട്, അറ്റ് എന്ന് പറയാറുണ്ട്. ഇതെപ്പോഴൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് സമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ ഒന്ന് കാണാം. ഇന്ന് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത് അറിയാമോ? നമ്മൾ ജനറലി ലോങ്ങർ പീരീഡ്, നീളത്തിലുള്ള അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള പീരീഡിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അത് 3-4 സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒന്ന് മാസങ്ങൾ, അതുപോലെ തന്നെ വർഷം, അതുപോലെ തന്നെ സെഞ്ചുറീസ്, അതുപോലെ തന്നെ സീസൺസ്, ഇതൊക്കെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻ. അപ്പോൾ ഇത് ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് നോക്കാം ചില ഉദാഹരണങ്ങൾ. ഒന്നാമത്തെ ഉദാഹരണം, ഞാൻ ജൂലൈയിൽ വെക്കേഷന് പോകും. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? ഐ വിൽ ഗോ ഓൺ വെക്കേഷൻ ഇൻ ജൂലൈ. കണ്ടോ, ശ്രദ്ധിച്ചോ? ഓൺ ജൂലൈ എന്നൊന്നും അല്ല കേട്ടോ, കാരണം പല ആളുകളും തെറ്റി സംസാരിക്കാറുണ്ട്. ഓൺ ജൂലൈ, ഐ കം ഓൺ ജാനുവരിനോ. മാസങ്ങളിലൊപ്പം എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇന്നാണ്. ഇൻ ജാനുവരി, ഇൻ ഫെബ്രുവരി, ഇൻ മാർച്ച്. കണ്ടോ, കാരണം അതൊരു ലോങ്ങർ പീരീഡാണ്. 30 ദിവസം അല്ലെങ്കിൽ 31 ദിവസം ഉള്ളൊരു പീരീഡാണ്. അവിടെ നമ്മൾ ഇന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഐ ഗോ ഓൺ വെക്കേഷൻ ഇൻ ജൂലൈ. ജൂലൈയിൽ ഞാൻ വെക്കേഷന് പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഏത് മാസം വന്നാലും നമുക്ക് അതിനൊപ്പം ഇന്ന് ഉപയോഗിക്കാം. ഇന്ന മാസത്തിൽ, ഈ മാസത്തിൽ എന്ന് സൂചിപ്പിക്കാനായിട്ട്. ഇനി രണ്ടാമത്തെ യൂസ്, വർഷം അല്ലേ. ഞാൻ 1990 ജനിച്ചത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? I was born dash 1990. ഏതാണ്? ഇൻ അല്ലേ? ഇൻ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു, കാരണം മാസങ്ങളിലൊപ്പം ഞാൻ പറഞ്ഞു. 2 വർഷം, 2000, 1900, 1987, ഇങ്ങനെ ഏത് വർഷവും ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇന്നാണ്. സോ ഐ വാസ് ബോൺ ഇൻ 1990. ഐ വാസ് ബോൺ ഇൻ 1990. ഞാൻ ഈ വർഷമാണ് ജനിച്ചത് എന്ന് പറയാൻ നമ്മൾ ഇന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ മാസങ്ങളിലൊപ്പം ഇന്ന് ഉപയോഗിക്കണം, വർഷങ്ങളിലൊപ്പം നമ്മൾ ഇന്ന് ഉപയോഗിക്കണം. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഒരു സീസണെ കുറിച്ച്. അപ്പോൾ നമ്മൾ പറയും സ്പ്രിങ് എന്ന് പറയുന്ന സീസൺ. ആ സീസണിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ സമയത്താണ് കൂടുതലായിട്ടും പൂക്കളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പൂക്കൾ കൂടുതലായിട്ട് വിടരുന്നത് സ്പ്രിങ്ങിലാണ് എന്നെങ്ങനെ പറയും? ദ ഫ്ലവേഴ്സ് ബ്ലൂം ഇൻ സ്പ്രിങ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ, ഇൻ സ്പ്രിങ്, ഇൻ സമ്മർ. സീസൺസിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഇന്ന് മാത്രം ഉപയോഗിക്കാൻ പാടില്ല, ഇന്ന സീസണിൽ. അപ്പോൾ ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യുന്നത് ഇൻ സ്പ്രിങ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മാസങ്ങളുടെ ഒപ്പം, വർഷങ്ങളുടെ ഒപ്പം, സീസൺസിൻ്റെ ഒപ്പം നമ്മൾ ഉപയോഗിക്കുന്നു ഏത് പ്രിപ്പോസിഷനാണ്? ഇൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇൻ ഉപയോഗിച്ച് 1-2 ചെറിയ എക്സാമ്പിൾസോട് ജസ്റ്റ് ഒന്ന് കാണാം, നമുക്കൊന്ന് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, നീ എപ്പോഴാണ് അവിടെ പോകുന്നത്? ഞാനവിടെ ഫെബ്രുവരിയിൽ പോവും. എങ്ങനെ പറയും? ഐ ഗോ ദെയർ ഇൻ ഫെബ്രുവരി. ക്ലിയർ ആണല്ലോ? ഐ ഗോ ദെയർ ഇൻ ഫെബ്രുവരി. ഫെബ്രുവരിയിൽ, ഇൻ ഫെബ്രുവരി. ആക്സെന്റ് സ്റ്റാർട്ട് ചെയ്തത് 2008 അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? Accenta was founded in 2008. കണ്ടോ, നമ്മൾ 15 വർഷമായിട്ട് ട്രെയിനിങ്ങിലുള്ളതാണ് കേട്ടോ. സോ Accenta was founded in 2008. കണ്ടോ, വർഷം നമ്മൾ സംസാരിച്ചു. അപ്പോൾ നമ്മൾ മാസത്തെക്കുറിച്ച് പറഞ്ഞു, വർഷത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു സീസൺ. നമുക്ക് മെയിനായിട്ട് 3-4 സീസൺസ് ആണുള്ളത്. സോ അതുകൊണ്ട് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല. അപ്പം സമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പ്രിപ്പോസിഷനിലേക്ക് പോവാം. അടുത്ത പ്രിപ്പോസിഷനാണ് ഓൺ. എന്താണ്? ഓൺ. ഈ ഓണിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അത് പ്രത്യേക ദിവസങ്ങൾ, അതുപോലെ തന്നെ ഡേറ്റുകൾ. ആദ്യം നമ്മൾ പറഞ്ഞ എന്തായാലും മാസം, വർഷമാണെങ്കിൽ വീണ്ടും ഇത് കുറച്ചുകൂടി ചെറുതായി കേട്ടോ. ഇത് ഡ്യൂറേഷൻ കുറഞ്ഞു. ദിവസങ്ങളും ഡേറ്റുകളും സംസാരിക്കാനായിട്ട് നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്? ഓൺ. നമുക്ക് ചില എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ലെറ്റ്സ് മൂവ് ടു ദി എക്സാമ്പിൾ. മീറ്റിംഗ് തിങ്കളാഴ്ചയാണ്. എങ്ങനെ? മീറ്റിംഗ് തിങ്കളാഴ്ചയാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ദ മീറ്റിംഗ് ഈസ് ഓൺ മൺഡേ. കേട്ടോ, ദ മീറ്റിംഗ് ഈസ് ഓൺ മൺഡേ. ഇൻ മൺഡേ എന്നൊക്കെ പറയാൻ സാധ്യത ഉണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ദിവസങ്ങൾ മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, ഏത് ദിവസമാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഓൺ. ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ വെൻസ്ഡേ, ഇങ്ങനെ വേണം നമ്മൾ ഉപയോഗിക്കാൻ. സോ ദ മീറ്റിംഗ് ഈസ് ഓൺ മൺഡേ. മ്യൂസിയം ഞായറാഴ്ചകളിൽ തുറന്നിട്ടുണ്ടാവും. ഞായറാഴ്ചകളിൽ. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞൊരു ജസ്റ്റ് ഒരു ഡേ ആണ് സൺഡേ എന്നുള്ളത്.
ഞായറാഴ്ചകൾ അല്ലെങ്കിൽ തിങ്കളാഴ്ചകൾ എന്ന് പറയണമെങ്കിൽ ഒരു എസ് നമുക്ക് അങ്ങ് അവസാനം ആഡ് ചെയ്താൽ മതി. മൺഡേയ്സ് അല്ലെങ്കിൽ ട്യൂസ്ഡേയ്സ്, തിങ്കളാഴ്ചകളിൽ, ചൊവ്വാഴ്ചകളിൽ എന്നൊക്കെ പറയാം. അപ്പം മ്യൂസിയം ഞായറാഴ്ചകളിൽ തുറന്നിട്ടുണ്ടാവും എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? The museum is open on Sundays. The museum is open on Sundays. ഞായറാഴ്ചകളിൽ മ്യൂസിയം തുറന്നിട്ടുണ്ടാവും. കണ്ടോ? On Sundays. ഞായറാഴ്ചകളിൽ. മൂന്നാമത്തെ ഉദാഹരണം നമുക്ക് നോക്കാം. John's birthday is on 18th January. John's birthday is on 18th January. ഇവിടെ നിങ്ങൾ ആദ്യത്തെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ജോൺ ബർത്ത്ഡേ എന്നല്ല, ജോൺസ്, അതായത് ജോണിൻ്റെ എന്ന് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ജോൺസ് എന്ന് പറയുന്നുണ്ട്. സോ ജോൺസ് ബർത്ത്ഡേ ഈസ് ഓൺ 18th January, 18-ാം തീയതി. ഓൺ 18th. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓൺ മൺഡേ, ഓൺ സൺഡേയ്സ്, ഓൺ 18th. ഡേയ്സിൻ്റെ ഒപ്പം 1 മുതൽ 31 വരെയുള്ള ഡേറ്റ്സ് നമുക്കുണ്ട്. ഏതിൻ്റെ ഒപ്പമാണെങ്കിലും നമ്മൾ ഓൺ ഉപയോഗിക്കണം. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഞാൻ അവിടെ എന്തായാലും വെള്ളിയാഴ്ച ഉണ്ടാവും എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? I'll be there on Friday for sure. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം I'll be there on Friday or I'll definitely be there on Friday. ഒരേ അർത്ഥമാണ് കേട്ടോ നമ്മൾ കൺവേ ചെയ്യുന്നത്. ഈ പല രീതിയിലും നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഓൺ ഫ്രൈഡേ എന്ന് പറയുന്ന യൂസേജ് ആണ്. അപ്പോൾ ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ, ഫ്രൈഡേ എന്ന് പറയുന്ന ദിവസം. I'll be there on Friday. ഞാനവിടെ വെള്ളിയാഴ്ച ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഡേറ്റിൻ്റെ ഒരു ഉദാഹരണം കാണാം. The President of India will be here on 21st of March. The President of India will be here on 21st of March. കണ്ടോ? മാർച്ച് 21-ാം തീയതി. ഇവിടെ മാർച്ചിനല്ല പ്രാധാന്യം, ഡേറ്റിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓൺ 21st എന്ന് പറഞ്ഞത്. ആ ഓൺ എന്ന് പറയുന്നത് ഡേറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ജനുവരിയിലായിരിക്കും പ്രസിഡന്റ് ഇവിടെ വരുന്നത് എങ്ങനെ പറയും? The President of India will be here in January. കണ്ടോ? ഡേറ്റ് ആകുമ്പോൾ നമ്മൾ ഓൺ പറയുന്നു, മാസമാകുമ്പോൾ നമ്മൾ ഇന്ന് പറയുന്നു. സോ ഐ ഹോപ്പ് ദാറ്റ് പാർട്ട് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മൾ ഓൺ കണ്ടു, ഇന്ന് കണ്ടു. ഇതൊക്കെ മൂന്നാമത്തെ പ്രിപ്പോസിഷനിലേക്ക് പോവാം. അറ്റ്. ഓക്കെ, അറ്റ് നമുക്ക് എവിടെയാണ് ടൈമിനെ കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഈ അറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു വലിയൊരു ഡ്യൂറേഷനാണ് വർഷം അല്ലെങ്കിൽ മാസം എന്ന് പറയുന്നത്. അതിനുശേഷം ഡേ ആയി, ഡേറ്റ് ആയി. ഇനി നമുക്കൊരു സ്പെസിഫിക് പോയിന്റിനെ കുറിച്ച് സംസാരിക്കാം. ഒരു പോയിന്റ് ഓഫ് ടൈം, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഇത് സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് 1-2 എക്സാമ്പിൾസ് കാണാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും. ലെറ്റ്സ് മൂവ് ടു ദി എക്സാമ്പിൾസ്. ഒരു സ്പെസിഫിക് ടൈമിനെ മെൻഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ഉദാഹരണം ഇതാണ്. The party begins at 7 o'clock. കണ്ടോ? The party begins at 7 o'clock. 7 മണിക്ക്, ഷാർപ്പ് 7 മണിക്ക് പാർട്ടി ആരംഭിക്കും. At 7 o'clock, at 1 o'clock, at 3 o'clock. ഏത് സമയത്തിൻ്റെ ഒപ്പം നമ്മൾ സൂചിപ്പിക്കാനായിട്ട് അറ്റ് എന്ന് പറയുന്നതാണ് ഉപയോഗിക്കുന്നത്. കാരണം അതൊരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ആണ്. ക്ലിയർ ആണല്ലോ? സോ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, അവള് 9 മണിക്ക് എത്തും. അവൾ 9 മണിക്ക് റീച്ച് ആവും. അവൾ 9 മണിക്ക് എത്തും. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? She will arrive at 9 o'clock. She will arrive at 9 o'clock. She will arrive at 9 o'clock. At 9 o'clock. കേട്ടോ? സമയമാണ് at 9 o'clock. ക്ലിയർ ആണല്ലോ? ഇനി ഒരു സ്പെസിഫിക് ടൈം. വീണ്ടും വേറൊരു ഉദാഹരണം. ഇവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ ഒരു സ്പെസിഫിക് ടൈമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നു. അറ്റ് നൈറ്റ്, രാത്രിയിൽ. കണ്ടോ? അറ്റ് നൈറ്റ് എന്നാണ് പറയുന്നത്. They normally go out at night. അവർ നോർമലി രാത്രിയാണ് പോകുന്നത്. ഇവിടെ രാത്രി എന്ന് പറയുന്നത് വലിയ ഡ്യൂറേഷൻ ആണെങ്കിൽ പോലും രാത്രിയെ നമ്മൾ സ്പെസിഫിക്കലി പോയിന്റ് ചെയ്ത് പറയുവാണ്. അതുകൊണ്ടാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ റൂൾസ് കൃത്യമായിട്ട് മനസ്സിലായിന്ന്. ഇന്ന് എവിടെ ഉപയോഗിക്കണം, ഓൺ എവിടെ ഉപയോഗിക്കണം, അറ്റ് എവിടെ ഉപയോഗിക്കണം. ഞാൻ 2-3 തവണ ആവർത്തിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വീഡിയോ ഒന്നുകൂടെ കാണാൻ ശ്രമിക്കുക. സെൻറ്റൻസസ് പഠിക്കണം, ബുക്കിൽ എഴുതി വെക്കണം, പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ ഈ ഒരു യൂസേജും ഇനി മുതൽ കൂട്ടാവട്ടെ. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് പേഴ്സണൽ ട്രെയിനേഴ്സിനോട് വീഡിയോ കോളിലൂടെയും ഓഡിയോ കോളിലൂടെയും ഒക്കെ സംസാരിച്ച് 1 മാസം കൊണ്ട് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണമെങ്കിൽ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. നല്ല ഇംഗ്ലീഷ് കേൾക്കുക, നന്നായിട്ട് സംസാരിക്കുക. ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ നമുക്കില്ല. അതിനുള്ള ട്രെയിനേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ IELTS ട്രെയിനിങ്ങും നമ്മുടെ ചാലക്കുടിയുള്ള ഓഫീസിൽ IELTSൻ്റെ ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾക്ക് വരാം, അറ്റൻഡ് ചെയ്യാം. താമസിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് നല്ലൊരു യാത്ര ആശംസിക്കുന്നു. കൂട്ടുകാരോടൊപ്പം വീട്ടുകാരോടൊപ്പം ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ലെറ്റ്സ് ഓൾ കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് ബെറ്റർ.